Hi, my name is Vishnupriya Sajan. And organization's പേര് ഹാച്ച് എന്നാണ്. What we are into is actually career guidance ആണ്. But still നമ്മുടെ സർവീസസ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സ്റ്റഡി അബ്രോഡിലാണ്. കേരളത്തിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് സ്റ്റഡി അബ്രോഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്ത് ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും വിദേശത്ത് പഠിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് പോവുക എന്നുള്ളതാണ് ഒരു നോർമലി ഉള്ള കൺസെപ്റ്റ്. അതിലൊരു കറക്റ്റായിട്ടുള്ള ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിനകത്ത് കരിയർ ഗൈഡൻസും കൂടി തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതിന് നെക്സ്റ്റ് ലെവലിലേക്ക് സ്റ്റഡി അബ്രോഡ് കൊണ്ടുവന്ന് വളരെ യുണീക്കായിട്ട് വളരെ വേറിട്ട രീതിയിൽ സർവീസ് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് നമ്മുടെ ഹാച്ച് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 3 years ആയി. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 14 years ഓഫ് എക്സ്പീരിയൻസ് കരിയർ ഗൈഡൻസിലുണ്ട്. ഇതിൽ വളരെ യുണീക്കായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ നിൽക്കാനായിട്ട് ചെറുപ്പക്കാർക്ക് ആർക്കും തന്നെ താല്പര്യമില്ല. ജസ്റ്റ് ഒരു +2 കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും എങ്ങനെയെങ്കിലും വിദേശത്തേക്ക് കടക്കണം എന്നുള്ളൊരു രീതിയിലാണ് എല്ലാ സ്റ്റുഡൻസും അല്ലെങ്കിൽ പേരൻസും ആലോചിക്കുന്നത്. പേരൻസിനും മക്കളെ നാട്ടിൽ നിർത്താനായിട്ട് താല്പര്യമില്ല. എങ്ങനെയെങ്കിലും ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിലോ ഓസ്ട്രേലിയയിലോ കാനഡയിലോ ഒക്കെ പോയി സെറ്റിൽ ചെയ്താൽ മതി എന്നുള്ളൊരു മോട്ടോ മാത്രമേ ഉള്ളൂ കേരളത്തിലെ യങ്സ്റ്റേഴ്സിന്. പക്ഷേ അങ്ങനത്തെ ഒരു വിഷൻ മാത്രം അവർ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവരവരുടെ കരിയറിന് ഫോക്കസ് കൊടുക്കാതെ കൂടുതൽ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നു എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു കൃത്യമായ സൊല്യൂഷൻ കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രിയിൽ കൂടുതലും എല്ലാവരും നോക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് ഒരു വ്യക്തമായൊരു മാസ്റ്റർ പ്ലാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ വ്യക്തിയുടെ അഭിരുചിയും കഴിവുകളും മനസ്സിലാക്കി അവരുടെ പാഷനും ക്രിയേറ്റിവിറ്റിയും അവരുടെ സ്കിൽ സെറ്റ്സും അവരുടെ എന്താണ് ഫ്യൂച്ചറിലേക്കുള്ള അവരുടെ അംബീഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കിയിട്ടായിരിക്കത്തില്ല മോസ്റ്റ്ലി ഗൈഡൻസസ് പോകുക എന്നുള്ളത്. പക്ഷേ ആ ഒരു ചലഞ്ചിലൂടെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ പ്രയാസകരമായിരുന്നു. പക്ഷേ ഗോഡ്സ് ഗ്രേസ് നല്ല രീതിയിൽ പോകാൻ സാധിക്കുന്നുണ്ട്. ഈ ഇൻസ്പയർ കേരള ബിസിനസ് സമ്മിറ്റിൽ പങ്കെടുക്കാൻ പറ്റിയ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഇതിനു മുന്നേ പ്രീവിയസ് ഇവൻറ്റ്സ് ഒക്കെ ട്രിവാൻഡ്രത്തൊക്കെ ആയിരുന്നു. സോ ആ ടൈമിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ കൊച്ചിയിൽ വന്നപ്പോൾ ഞാനത് മിസ് ചെയ്തില്ല. ഐ വാസ് ഓൾസോ ദ പാർട്ട് ഓഫ് ദ ഇവൻറ്റ്. ഐ എൻജോയ്ഡ്. നല്ല സെഷൻസ് ധാരാളം ഉണ്ടായിരുന്നു. ഒരുപാട് എൻ്റർപ്രണേഴ്സിനെ പരിചയപ്പെടാൻ സാധിച്ചു. ആൻഡ് ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ് ദ ഫയർ എമംഗ്സ്റ്റ് ദാറ്റ് യങ്സ്റ്റേഴ്സ്. ഇറ്റ് വാസ് ഗ്രേറ്റ്. താങ്ക് യു.